ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇടുക്കി വാഴത്തോപ്പിൽ വന്നിരിക്കുകയാണ്. ഒരു നല്ല കർഷകനെ പരിചയപ്പെടാൻ വേണ്ടി ഇദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ലാലു മാഷ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ജോസ് എന്നാണ് എൻ്റെ പേര്. അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ കരാട്ട മാഷാണ്. എനിക്ക് തോന്നുന്ന ഒരു ഞാൻ പറയുന്നില്ല അത് എന്തായിരുന്നു അത് ഒന്ന് പറഞ്ഞു. നമ്മുടെ ട്രാജഡി എന്തായിരുന്നു? എനിക്ക് ആക്സിഡൻറ്റ് വന്നത് 2012 പ്രളയമുള്ള സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് വന്നത്. ഓക്കെ ഓക്കെ. അന്നേരം നമ്മൾ തടിയമ്പാടുന്ന് ഞാൻ ഇവിടുന്ന് കൊടിക്ക് മരുന്നടിയോ എല്ലാം കഴിഞ്ഞാൽ മുരിക്കാശ്ശേരിക്കും സ്കൂളിലോട്ടുമായിട്ട് പോയതാണ്. പോയ സമയത്താണ് വഴിക്ക് ചിലപ്പോൾ വീതി കുറവാണ്. തടിയമ്പാടുന്ന് മെയിൻ റോഡാണെങ്കിൽ പോലും വീതി കുറവായിരുന്നു, വെള്ളമൊക്കെ ഇടിഞ്ഞിറങ്ങുന്നത്. ആ സമയത്താണ് ഒരു ബസ് MJ എന്ന് പറഞ്ഞൊരു ബസ് ഇതിൽ ഓടുന്ന സ്ഥലം വന്നത്. ഞാൻ ആദ്യമേ ചെന്ന് കഴിഞ്ഞപ്പം നല്ല സ്പീഡിലാണ് ബസ് വരുന്നത്. അപ്പോൾ ഞാൻ സൈഡിലോട്ട് ഒതുക്കി അങ്ങ് നിർത്തി. പിന്നെ ഒരുപാട് താമസിച്ചില്ല, ഇതെന്നാ പരിപാടി നടത്തില്ല, ഇതിലാണോ കയ്യിലാണോ തട്ടി നിർത്തില്ല. തട്ടി എന്നാ ശരിക്കും വീണ് ഞാൻ അടുത്തോട്ട് പോയി. ബൈക്ക് ഒരു സൈഡിലോട്ട് പോയി. ബൈക്കിൽ ബസ്സിനടിയിലേക്ക് പോയി. ഞാൻ ബസ്സിനടിയോട്ട് പോയി. അപ്പോൾ എൻ്റെ രണ്ട് കാലം കൂടി വണ്ടി കയറി അങ്ങോട്ട് പോയി. നല്ല പടാവിടാന്നൊരു സൗണ്ട് കേട്ടു. കയറി ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ എനിക്ക് എന്നെ രക്ഷിക്കാനായിട്ടൊരു വണ്ടിയെന്നൊരു സ്ത്രീ ഇറങ്ങി വന്നതാണ്. അവിടെ ആദ്യമേ വണ്ടി അവർ നിർത്താതെ കുറച്ചങ്ങ് ഓടിച്ചുകൊണ്ട് പോയി. ഞാൻ മരിച്ചെന്നാണ് അവർ ധരിച്ചത്. കാരണം സൗണ്ട് എല്ലാം കേട്ടപ്പോൾ ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങരുതെന്ന് അവർ പറയുന്നവർ. അപ്പോൾ അതിനകത്തൊരു സ്ത്രീ ഒരു ഇടുക്കിയിലുള്ള നിർമ്മല എന്ന് പറയും. പുള്ളിക്കാരി ഇറങ്ങി. പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേക ധൈര്യമായിരുന്നു. അത്ര വണ്ടിയിൽ അത്രയും ആണുങ്ങളുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരിയാണ് ഇറങ്ങി എന്നെ എടുത്തത്. പുള്ളിക്കാരി വന്നപ്പോഴും കുറേ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ എൻ്റെ വീഡിയോ പിടിച്ചിട്ടിരിക്കുന്ന സംഭവമൊക്കെ ഞാൻ കിടന്നപ്പോൾ പല ഓട്ടോയ്ക്കും കാറിനും കൈ കാണിച്ചു. ആരും നിർത്തിയില്ല. നിർത്താതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയില്ല ആരും നിർത്തിയില്ല. നിർത്താൻ പോയി കഴിഞ്ഞാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ബ്ലഡ് കുളിച്ച് കിടക്കുക. നമുക്ക് ഒരു ബോധമുണ്ട്, നല്ല ബോധമുണ്ട്. ഞാൻ ഇവിടുന്ന് എറണാകുളം ചെല്ലുന്നവരെ എനിക്ക് ബോധമുണ്ട്. ഞാൻ ബോധം കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ ബോധം കണ്ടാൽ ഞാൻ മരിച്ചു എന്ന് കരുതി ഒരു ഉപേക്ഷിച്ചനെ. അപ്പോൾ എൻ്റെ തുളയിൽ ഇങ്ങനെ നീണ്ടുണ്ട്. അപ്പോൾ ബാക്കി ചെറിയ ഭാഗം ആ സ്ത്രീയെ അയാളുടെ കൂടി പിടിച്ചെടുത്തിട്ട് കാലിൻ്റെ പൊക്കി വെച്ചു. ആ സ്ത്രീ അടുത്ത വീട് തള്ളി തുറന്ന് എനിക്ക് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചാൽ ബ്ലഡ് നിൽക്കുന്നതൊക്കെ പുള്ളിക്കാരിക്കൊരു തോന്നണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ അടുത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാനും തന്ന് എന്നെ കയറ്റി ഇങ്ങനെ ചേർത്ത് പിടിച്ച് പുള്ളിക്കാരിയുടെ എൻ്റെ കാലിൽ നിന്ന് ഇങ്ങനെ ഓസിനകത്ത് പോകുമ്പോഴാണ് ബ്ലഡ് പോകുന്നത്. അതുപോലെ പോകുന്നത്. ഉച്ച സമയമായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ പുള്ളിക്കാരിയുടെ ശരീരത്തോടെ മൊത്തം ബ്ലഡ് കുളിച്ചാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. എന്നിട്ടും ഉയർത്തി പിടിച്ചു ബ്ലഡ് പോകാതെ. ഒരു സമയമെടുത്തു. വഴി മോശം കാരണം സമയങ്ങളെടുത്തു. അവിടെ ജില്ലാ ആശുപത്രി ചെന്ന് കഴിയുമ്പോഴത്തേനും തന്നെ പെട്ടെന്ന് ബ്ലഡെല്ലാം മറന്നു പോയി. എന്നെ ഞാൻ പോകുന്ന നോക്കി പറഞ്ഞുകൊണ്ടാവേ ഉറക്കെ ഞാൻ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എൻ്റെ പോസിറ്റീവാണ്, എന്നെ ഏത് സമയത്തും എനിക്കും ബ്ലഡ് മൊത്തം മറന്നു പോയി, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മരിച്ചിട്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവർ ഫോൺ ഇന്ന് വരെ ഈ നിമിഷം വരെ എന്നെ ഫോൺ വരെ ചെയ്തിട്ടില്ല. നല്ല നല്ല മനുഷ്യരാ. അവർ ഇതുവരെ എന്നെ ഫോൺ ചെയ്ത പോലുമില്ല. ആ ബസ്സിൻ്റെ ഉടമയും അവരാരും. എന്നോട് 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോകുന്നു വരും. എന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടത്. എനിക്ക് ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. എന്താ ഒരു എനർജി ശരീരത്ത് പ്രത്യേക രീതിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. തന്നെ കായിക പരിശീലനത്തിൽ വന്ന് ഉണ്ടായിരിക്കും. ഒരു 10-40 വർഷമായിട്ട് കരാട്ടെ ചെയ്യുന്ന ഒരു കരാട്ടെ അധ്യാപനം കൂടിയാണ്. പിന്നെ ആം റെസ്ലിംഗിന് ഞാൻ പരിശീലനം കൊടുക്കുന്നു പഞ്ചോസിക്ക്. അപ്പം നമ്മൾ ശരിക്കും പറയാം ചേട്ടായുടെ ഒരു ജീവിതത്തിൻ്റെ എന്താ പറയുക ഒരു വലിയ ഭാഗമാണ് നമ്മളോട് പങ്കുവെച്ചത്. ഒരു ചെറിയ സാധനമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളെങ്കിലും അതെ എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. അല്ലേ? അല്ല, ചിന്തിക്കാൻ പറ്റില്ലതല്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ മിക്കവർക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് പറയുന്നത്. എന്നോട് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ഒരാൾ എന്നോട് പറഞ്ഞത് വളരെ വിൽ പവർ ഉള്ള ഒരു മനുഷ്യനാണ്. കാരണം ജീവിതത്തെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു വിശേഷങ്ങളിലൂടെ ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. അതെ, നമ്മുടെ മെയിനായിട്ട് നമ്മൾ പറയുന്ന പോകുന്ന അതാണ്. അദ്ദേഹം ജാതിയും കുരുമുളകും നന്നായി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. ഇത് എന്താ സ്ഥലമുണ്ട് മൊത്തം? ഇത് 2 ഏക്കർ 70 സെന്റ് പട്ടയം. നല്ല വിളവാണ് അല്ലേ? വിളവാണ്, നല്ല പ്രദേശമാണ്. വെള്ളത്തിന് ക്ഷാമമുണ്ടോ? വെള്ളത്തിന് നമുക്ക് സ്വന്തമായിട്ട് വെള്ളമില്ല. അടുത്തൊരു സുഹൃത്ത് നമുക്ക് വെള്ളം തരുന്നുണ്ട്. കൃഷി ഒരുപാട് നനയ്ക്കാറില്ല. മണ്ണായുള്ള നല്ല സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ നനയ്ക്കാറില്ല. ജാതിക്കും വെള്ളം കൊടുക്കാറില്ല? ഇല്ല. ജാതിക്ക് നമ്മൾ നനച്ച് പഠിപ്പിച്ചാൽ അതുപോലെ വെള്ളം വേണം. നനയ്ക്കുന്നത് നല്ലതാണ്, ജാതി നനയ്ക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അന്നേരം നമ്മൾ എല്ലാ വർഷവും അതുപോലെ നനയ്ക്കണം, അല്ലെങ്കിൽ ജാതിക്ക് അതുകൊണ്ട് ഉപയോഗമില്ല. അപ്പോൾ ലാലു മാഷ് ഒറ്റക്കാരോട് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇത്? ഞാനിപ്പോഴും കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ബോഡി ഫിറ്റാണ്, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വയറുണ്ടാക്കി തന്നെയാണെങ്കിലും വയറിനൊക്കെ മസിൽസ് ഉണ്ട്. അപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ ഇടിപ്പിക്കും. ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ വേറെ മസിൽ. ഇപ്പോൾ പിള്ളേർ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്കൂളിലും ഉണ്ട്. സ്കൂളിപ്പോൾ അടച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ 1 മാസം കഴിയുമ്പോൾ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജീവനമാർഗ്ഗം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. കരാട്ട കൊണ്ടൊക്കെ തന്നെയാണ്, ഇത് കൃഷിയും കൊണ്ടൊക്കെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും മെയിനായിട്ട് നമ്മൾ കരാട്ടയുടെ ഫീൽഡിലേക്ക് ഇറങ്ങിയായിരുന്നു. ഞാൻ 6 വയസ്സിൽ ഞാൻ കളരിപ്പയറ്റ് പഠിച്ചതായിരുന്നു. 6 വയസ്സായപ്പോൾ അങ്ങനെ എൻ്റെ ഫാദർ കളരി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. തെക്കൻ കളരിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്ന കാരണം എനിക്ക് കൈയോട് ഭയങ്കര താല്പര്യം.
അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കൃഷി വിളകളൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ട് ഈ കൃഷിയിടത്തിലൂടെ ഇപ്പം മഴയൊക്കെ പെയ്ത് മൊത്തം കുളമായി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഇറക്കം ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ കൃഷി വിളകളൊക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട്, ഈ ഒരു കൃഷിയുടെ രീതികളൊക്കെ. അപ്പം നമുക്ക് നേരെ ആ കാഴ്ചകളൊക്കെ കാണാം, അദ്ദേഹത്തിൻ്റെ കൃഷി വിളകൾ കാണാം, നല്ല അടിപൊളി ജാതി തോട്ടം കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരക്കൊയ്ത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നല്ലൊരു കൃഷിയാണ് ജാതി കൃഷി. കാരണം അത് വലിയ ശല്യം നല്ല മണ്ണായുള്ള ഇടത്താണെങ്കിൽ ജാതി കൃഷി ഏറ്റവും നമുക്ക് പ്രയോജനപ്പെടും. അതിൽ ജാതി പല ഐറ്റങ്ങളുണ്ട്. എനിക്ക് എൻ്റെ പറമ്പിലൊരു 10-15 ഐറ്റങ്ങളുണ്ട്. അപ്പം ഞാനത് ഈ കിണറ്റിൻകരയുടെ ഉണ്ട്. സാധാരണ നമ്മുടെ ജാതി എടുത്ത് ബഡ് ചെയ്തുണ്ട്, മുന്തിരി ജാതിയുണ്ട്, അങ്ങനെയുള്ള ജാതികളെല്ലാം നിറച്ചുണ്ട്. ഒരു 100 ജാതിക്കടുത്ത് പറമ്പിലുണ്ട്. മൊത്തം കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ നമ്മുടെ ഒരു എണ്ണം എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഒരു എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 10 ഇരിപ്പുണ്ട്. കായയ്ക്ക് അല്പം വലുപ്പം കുറവാണെങ്കിലും ഫ്ലവർ നല്ല ഫ്ലവറാണ്. അപ്പോൾ എണ്ണത്തിൽ കൂടുതൽ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ എണ്ണത്തിൽ കുറവ് കായ്ക്ക് വലിയ വലുപ്പം നമുക്ക് കിട്ടി, ഫ്ലവർ കിട്ടിയെന്ന് പറയുന്നതിലും അതും വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ശരിക്കും കായ്ക്കുന്നത് ഏകദേശം എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 10% അങ്ങനെ അത്രയ്ക്ക് നല്ലതായിട്ട് തെളിഞ്ഞ് കായ്ച്ചു വരുന്നുള്ളൂ. കായ എണ്ണത്തിൽ കൂടിയാൽ ഫ്ലവറിന് അല്പം കനം കുറവാണെങ്കിലും മൊത്തത്തിൽ വരുമ്പോൾ നല്ല കായ് വലുപ്പമുള്ള ജാതിയും ഇതും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. വിൽപ്പനയ്ക്ക് നല്ല പത്രികട്ടിയുണ്ട്. ഇത് നല്ല പത്രികട്ടിയുണ്ട്. ഒരുവിധം തൂക്കം ഇതൊരു 3 ഗ്രാം ചില്ലറയേ വരുള്ളൂ. അന്നേരം അല്പം കായ്ക്ക് അല്പം വലുപ്പം കുറവുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലവർ നല്ല അടിപൊളി ഫ്ലവറാണ്. പിന്നെ ജാതി ബഡ് ചെയ്യുന്നതിലൊക്കെ കൃഷി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാട്ടുപത്രിയെല്ലാം നമ്മൾ ബഡ് ചെയ്യണം. കാട്ടുജാതിയെല്ലാം ബഡ് ചെയ്യണമെങ്കിൽ ഒരു സിഗരറ്റ് പരുവത്തിൽ വേണം, നമ്മൾ സിഗരറ്റിൻ്റെ വലുപ്പത്തിൽ വേണം അത് ബഡ് ചെയ്യാൻ. അത് മണ്ണിനോട് തൊട്ട് താഴെ ചേർന്ന് വേണം ബഡ് ചെയ്യാനായിട്ട്. കാരണം ബഡിൻ്റെ വേരും അതിൻ്റെ വേരും കൂടെ മണ്ണിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് വേനൽക്ക് പിടിച്ചു നിൽക്കാനും പിന്നെ ജാതിക്ക് കേടുകുറവും സംഭവിക്കുന്നത്. കാട്ടുജാതി ഉയരത്തിൽ ബഡ് ചെയ്താൽ, ഒരു 2-3 മീറ്റർ ഉയരത്തിൽ ബഡ് ചെയ്താൽ അത് ഈ തടി മുഴയ്ക്കും. അതതിൻ്റെ ബഡിൻ്റെ ആ ജോയിൻറ്റിലൂടെ വെച്ച് മുഴയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇത് വളർച്ചയിൽ ബാധിക്കും. അങ്ങനെ വരുന്നത് വളർച്ചയിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അത് 2-3 വർഷത്തിന് നല്ല കായായിരിക്കും. വളർച്ചയിൽ ബാധിച്ചാൽ പോലും പിന്നീട് വീണ്ടും അതിൻ്റെ ഏകരങ്ങളൊക്കെ ഉണങ്ങി പോവുകയും വീണ്ടും അതിന് വളർച്ച കുറഞ്ഞു പോകും. അല്ലാതെ മണ്ണിനോട് ചേർത്ത് ബഡ് ചെയ്ത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കാട്ടുപത്രിയിൽ ബഡ് ചെയ്താണ് നല്ല ഇതാണ്. അതായത് ഇപ്പൊ പറഞ്ഞത് സിഗരറ്റിന്റെ വലിപ്പം മറ്റേ തടിക്ക് കാട്ടുജാതിക്ക് സിഗരറ്റിന്റെ വലിപ്പം വരുന്നത് മണ്ണിനോട് ചേർത്ത് ചെറുപ്പത്തിലേ ബഡ് ചെയ്ത് പിടിപ്പിക്കണം. അതാണ് ഏറ്റവും നല്ല ബഡിങ്, നല്ല ക്ലിയർ ആയിട്ട് നല്ല കരുത്തോടു കൂടി വളരുന്നത്. അപ്പോൾ ഒറിജിനൽ നാച്ചുറൽ ബഡേന്നും വേര് മണ്ണിലോട്ട് വരികയും ചെയ്യും. മറ്റേ ജാതിയുടെ കാട്ടുപത്രിയുടെ വേര് ആഴങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ജാതിയുടെ വേര് സ്വാഭാവികമായിട്ടും അത് പടർന്ന് മണ്ണിന് മേതെ വരുന്ന ഒരു സിസ്റ്റമാണ് ജാതിക്ക്. അത് കാട്ടുപത്രിയാണെങ്കിൽ അതിൻ്റെ വേര് മണ്ണായ ഉള്ളയിടത്ത് പോവും, ജലാംശം അത് കൂടുതൽ വലിച്ചെടുക്കും. അപ്പോൾ വേനൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കാട്ടുപത്രി ബഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നാട്ടുജാതി തെളിഞ്ഞ് കായ്ച്ച് കിട്ടിയാൽ അത്രയും ഇതും ഈ ബഡിങ്ങും അത്രയും പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നല്ല തെളിഞ്ഞ് കായ്ച്ച നാട്ടുജാതി നമുക്കുണ്ട്. അപ്പോൾ അതിലും നല്ല കാ കിട്ടും. മണ്ണായ ഉള്ളിടത്താണ് ജാതി കൃഷി ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അങ്ങനെ കാട്ടുപത്രിയിൽ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത്ര ചെറുപ്പത്തിൽ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുവട് വിണ്ട് കയറുന്ന ആ ഒരു പ്രശ്നമില്ല? ഇല്ലാതെ നമുക്ക് വെണ്ട് കയറുന്ന പ്രശ്നമില്ല. കാരണം എനിക്ക് ചുവടിലൂടെ വെണ്ട് കയറിയിട്ടുണ്ട്. എനിക്കിതേക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലായിരുന്നു. അങ്ങനെ വെണ്ട് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും എന്താ പറയുക, നല്ലപോലെ മുഴച്ചിട്ടുണ്ട് ജാതി. അപ്പോൾ അതിന് വളർച്ചയിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ കാട്ടുപത്രിയിൽ ബഡ് ചെയ്ത് അത്രയ്ക്ക് നല്ല കരുത്തുള്ളിടത്താണ് ഈ ഒപ്പം വളരും, തടിയും ഇതെല്ലാം നല്ലപോലെ വളരും. അതിൻ്റെ നേരത്തെ ഒരു 2-3 ജാതി എങ്കിലും എനിക്കത് കാട്ടുപത്രിയെ ബഡ് ചെയ്തിട്ട് നല്ലപോലെ വളർന്നിട്ടുണ്ട്. അത് നല്ല വളക്കൂറുള്ളിടത്തൊക്കെയാണ് ഈ ജാതി ബഡ് തൊട്ട് മുകളിലോട്ടുള്ളത് നല്ലപോലെ വളരാനുള്ള ഒരു സോഴ്സ് ഉള്ളിടത്താണെങ്കിൽ മറ്റേ കാട്ടുപത്രിയെ തടിയെ അത് ഇരുത്തി കളയും. അപ്പോൾ അതേ തന്നെ അത് നല്ല ജാതിയാവും. അങ്ങനെ നിൽക്കുന്ന 2 ജാതി എനിക്കുണ്ട്, വലിയ ജാതിയുണ്ട്. ജാതിക്ക് ശരിക്കും വെയിലടിക്കണം. ഒരു 80% വെയിൽ ജാതിക്ക് വേണം. ഒരു 10-20 അല്ലെങ്കിൽ 25% ഷെയ്ഡ് മതി. വെയിലടിക്കുന്ന ജാതിയിലാണ് കൂടുതൽ നല്ലപോലെ കായ്ക്കുന്നത്. ഈ ഷെയ്ഡുള്ളയിടത്ത് ജാതിക്ക് കായ്ഫലം കുറയും. വെയിലടിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ചൂടോടുകൂടി അതിൻ്റെ ജലാംശം പറ്റി ഒക്കെ നിന്നതിന് ശേഷം പുതുമഴ പെയ്യുമ്പോഴൊക്കെ നല്ലപോലെ പൂവിടുകയും നല്ല നിറച്ച് പിടിക്കുകയും ചെയ്യും. അങ്ങനെ കായ്ക്കുന്നത് ജാതി അധികം കായ്ച്ചാലും പ്രശ്നമാണ്. നല്ലപോലെ കായ്ക്കുന്ന ജാതിയുടെ ഈ ശിഖരങ്ങൾ വളയുമ്പോൾ ഒരു ഞെളിച്ചിലുണ്ടാകും. അവിടെ പൊള്ളലേക്കാൻ സാധ്യതയുണ്ട്. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നല്ല കായ്ത് മൂത്ത് വരുമ്പം ചിലപ്പം കാറ്റത്തൊക്കെ ചിലപ്പം ഒടിയാനൊക്കെ സാധ്യതയുണ്ട്. 2 ബോഡോ മിശ്രിതം നമ്മൾ ശരിക്കും ജാതിക്ക് അടിക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ അടിച്ചിരിക്കണം. ഇപ്പോൾ നമ്മളൊരു മെയ് മാസം അവസാനം കണ്ട് നമ്മൾ ഫസ്റ്റിലെ മരുന്നടിക്കുവാണെങ്കിൽ ജാതിക്ക് പനിപ്പുണ്ടാകുകയില്ല. അതായത് നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം വരാതെ നോക്കുന്നതാണെന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ മരുന്നടിച്ചു കൊടുക്കണം.
പിന്നെ നമുക്ക് സ്യൂഡോമോണസ് അടിക്കാം ജാതിക്ക്. സ്യൂഡോമോണസ് ഏറ്റവും നല്ലൊരു ഇതാണ്, ജാതി പൂക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വളർച്ചയ്ക്കും നല്ലതാണ് സ്യൂഡോ അടിക്കുന്നത്. വളം ചാണാന് മാത്രമാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. ഉണക്കച്ചാണകം. ഉണക്കച്ചാണകം, പച്ചച്ചാണകം അല്ല, ഉണക്കച്ചാണകം. ഇപ്പം കന്നാലി കൃഷി എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ പിന്നെ കന്നാലി കൃഷി ഒഴിവാക്കി. എനിക്ക് 6-7 പശുക്കളുണ്ടായിരുന്നു. 60 ലിറ്റർ പാല് ഞാൻ ഡെയിലി വിറ്റുകൊണ്ടിരുന്ന ആളാണ്. എല്ലുപൊടി ഇടാന്ന് പറയുന്നത്, ഇപ്പോഴത്തെ എല്ലുപൊടി നമുക്കങ്ങനെ വിശ്വസിച്ച് ചേർത്തിടാൻ പറ്റില്ല. നല്ല മഴക്കാലത്ത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മഴക്കാലത്ത് തരണം. കാരണം ഇപ്പോൾ ആസിഡ് ഒഴിച്ച് എല്ല് പൊടിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആസിഡ് അങ്ങനെ പൊടിക്കുന്ന എല്ലുപൊടി നമുക്ക് ജാതിയോട് ചേർത്തിട്ടാൽ അത് കേടായി വരും. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു തന്നൊരു അറിവാട്ടോ എനിക്ക്. എല്ല് വെന്ത് വെള്ളം, അതായത് എല്ല് വെന്തൊരു 10-15 കിലോ എല്ല് വെന്ത് അത് നേർ പകുതിയാക്കുക, അതിനകത്ത് കപ്പളങ്ങായും കൂടെ വെട്ടി മുറുക്കി ഇട്ട് വേവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈയിടെ കിട്ടിയൊരു അറിവാണ്. അപ്പോൾ അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജലാംശം വീണ്ടും അത് പറ്റി വരുമ്പം അത് ഇത്ര ലിറ്റർ വെള്ളമായിട്ട് ഒരു 10-15 ലിറ്റർ വെള്ളം വീതം ഒരേ ജാതിച്ചോട്ടിൽ ഒഴിച്ചാൽ കാൽസ്യമൊക്കെ പെട്ടെന്ന് എല്ലിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ജാതിക്ക് വലിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ്. അതിൻ്റെ അളവ് എങ്ങനെയാണ്? അതിൻ്റെ അളവ് എന്നോട് ഒരു 15 കിലോ എല്ലിനെ ഒരു 10-50 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് നേരെ പകുതിയാക്കണം എന്നാണ് പറഞ്ഞത്. കപ്പളങ്ങായും വെട്ടിയിട്ട് ഒരു 10 കിലോ, ഒരു 5 കിലോ 10 കിലോ കപ്പളങ്ങയും വെട്ടി നോക്കി അതിനകത്ത് ഇടണമെന്നാണ് പറഞ്ഞത്. അത് വെള്ളം പറ്റി കഴിയുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ എല്ലാം മുകൾ ഭാഗത്ത് വരും. അപ്പോൾ പിന്നെ അത് വെള്ളം ചേർത്ത്, അത് 1 ലിറ്റർ 5 ലിറ്റർ കൊണ്ട് വെള്ളം ചേർത്ത് ഒഴിക്കാന്ന് പറഞ്ഞു. ജാതി ചൂട്ടുകൾ നിരത്തി ഒഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് വളം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കേട്ടിട്ട്. കാരണം നമ്മളതിനടുത്ത് കൊണ്ടുപോയി കൂട്ടിയിടുന്നതിൽ നല്ലത് നിരത്ത് എല്ലാ വേരിനും അത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉപകാരപ്രദമെന്ന് എനിക്കും തോന്നുന്നത്. എനിക്ക് ജാതി കൃഷിയും കൊടിക്കൃഷിയാണോ ഉള്ളത് നിലവിൽ മെയിനായിട്ട്. പിന്നെ കൊക്കോ അതിലേയും കുറച്ച് ചൂടുകളുള്ളൂ, തെങ്ങ് കാര്യങ്ങളൊക്കെ വീട്ടാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. മറ്റേ ജാതിയും കൊടിയാണ് എനിക്ക് മെയിൻ കൃഷി. കുരുമുളക് എന്തേലും ചെയ്യുന്നുണ്ട്? കുരുമുളക് ഒരു 1000 ചെടിക്ക് മുകളിലുണ്ട്. മൊത്തം. അപ്പം എല്ലാം പന്നിയൂർ മണ്ണുണ്ട്, അതിനിടയ്ക്ക് കരിമുണ്ടയുണ്ട്, നീലമുണ്ടിയുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വേറൊരു ഐറ്റം, ഈ വട്ടമുണ്ടി ഇനത്തിന് ഇവിടെ ഒരു വീട്ടുപേരാണ്, തോട്ടക്കാടൻ മുണ്ടി എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കൊടികളുമുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് വട്ടമുണ്ടിയുടെ തന്നെ 1-2 വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ. മലമുണ്ടിയുണ്ട്. ഏറ്റവും നല്ലതായിട്ട് തോന്നിയതാ ഇത്. എല്ലാ കൊടിയും എനിക്ക് ചില സീസണിൽ തോന്നും ഇപ്പോൾ പന്നിയൂർ വണ്ണ് കാഴ്ചക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും പന്നിയൂർ വണ്ണാണ് ഏറ്റവും നല്ല കൊടി. അതിന് പന്നിയൂർ വണ്ണിൽ പന്നിയൂർ 2, 3 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് ഇറങ്ങിയെങ്കിൽ പോലും പന്നിയൂർ വണ്ണിൻ്റെ ആയുസ് ഒരു കൊടിക്കും കണ്ടറില്ല. ആയുസില്ല. അത് നല്ല പന്നിയൂർ വണ്ണെന്ന് പറഞ്ഞാൽ അതൊരു കൊടി തന്നെയാണ്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതിന് അല്പം ഭാരക്കുറവുണ്ടെങ്കിൽ തന്നെയും അളവിൽ കൂടുതൽ കിട്ടും, നല്ല കിട്ടും. 1 തുലാം മുളക് കിട്ടുന്ന കൊടി ഉണ്ടായിരുന്നു എനിക്ക്, പന്നിയൂർ വൺ കൊടി. അപ്പോൾ കരിമുണ്ട കൊടി നല്ല കൊടിയാണ്. നല്ല കരിമുണ്ട കൊടി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കരിമുണ്ട തന്നെ നമ്മളെ പ്രേരിപ്പിക്കുകയുള്ളൂ. ഞാനീ പറഞ്ഞ വട്ടമുണ്ടി എന്ന് പറഞ്ഞ സൈസ് തന്നെ ഉണ്ട്, അതും അതുണ്ട്. പെരുങ്കൊടിയുടെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരേ സീസണിൽ ഓരോന്ന് കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അതേ നമുക്ക് കൃഷി ചെയ്യാൻ തോന്നുള്ളൂ. അത്രയ്ക്ക് നല്ല ഇതാണ്. കൊടി എല്ലാം നല്ലപോലെ കാലാവസ്ഥ വന്ന് കാഴ്ച കിടക്കുന്ന കാണാൻ, കൊടി കാഴ്ച കിടക്കുന്ന കാണാൻ ഒരു പറമ്പിൽ പ്രത്യേക ഒരു അഴകാണ്. ശരിക്കും കുരുമുളക് കൊടിക്ക് ചാണാന ഏറ്റവും നല്ലത്. ഉണക്ക ചാണാനാണ് ഏറ്റവും നല്ലത്. പച്ചച്ചാണകം ഇട്ടാൽ പോകുകയല്ല, നേർപ്പിച്ച് ഇടണം. പച്ചച്ചാണകം ചോട്ടിൽ നമ്മൾ കൂട്ടിയിട്ടിട്ട് കാര്യമില്ല, അത് നേർപ്പിച്ച് അത് കലക്കി ഇടാം. അതിനകത്ത് നമ്മൾ വേപ്പ് പിണ്ണാക്ക്, കളറ പിണ്ണാക്ക്, പിന്നെ ലായനി അതൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചേർത്തിട്ട് കഴിഞ്ഞിട്ട് 15 കിലോ ചാണകത്തിന് 1.5 കിലോ ശർക്കര, 1.5 കിലോ ഇവിടെ 4 കിലോ വേപ്പ് പിണ്ണാക്ക്, അങ്ങനെയൊക്കെയുള്ളൊരു കണക്കിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം കൂട്ടി വെച്ചിട്ട് അത് വെള്ളം പോലെയാക്കും, കലക്കും, പുളിപ്പിച്ചിടും. അത് ഡെയിലി ഇളക്കും. അപ്പോൾ ഈ ലൈനൊക്കെ ഒഴിക്കുന്ന കാരണം നല്ല ഇരച്ച് ഇങ്ങനെ ഈ കോട പോലെ നല്ല ഇരക്കി സാധനം. അപ്പോൾ ഡെയിലി ഇളക്കും. ഒരു 7 ദിവസം കഴിയുമ്പോൾ നമുക്കത് കലക്കി 10 ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്കതൊരു 100 ലിറ്റർ ആക്കാം. എടുത്താക്കിയിട്ട് അത്രയൊക്കെ, അല്ലെങ്കിൽ 50 ലിറ്റർ ആക്കാം. 50 ലിറ്റർ ആണെങ്കിൽ അത്രയും നേർപ്പിച്ച് നമ്മൾ മൊത്തത്തിൽ ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് ആ ചെടിയെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നനഞ്ഞ്, അല്ലാതെ ചാണാൻ നനച്ച് പച്ചച്ചാണകം ഇട്ടാൽ കൊടി കടവെന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുന്ന അങ്ങനെയൊന്നും അത്ര ആകില്ല. കാരണം എൻ്റെ തൊഴുത്ത് ചാണാക്കുഴിയൊക്കെ നിറഞ്ഞ് ചാണാൻ ഒഴുകി ചെന്നെടുത്ത കൊടി അടിപൊളിയായിരുന്നു, ഏറ്റവും അടിപൊളിയായിരുന്നു. അതിന് കയറാൻ മരമില്ല ഇപ്പോൾ ലാസ്റ്റ്. അത് പന്നി അതൊക്കെ നല്ല കയറും. അതൊക്കെ നമ്മൾ എല്ലാം പറയുന്നത് നമുക്ക് തന്നെ എനിക്ക് അനുഭവമില്ല. കൊടിക്കും ബോഡോ മിശ്രം അടിക്കുന്നത്, അല്ലെങ്കിൽ സി ഒ സി ആണെങ്കിൽ കറക്റ്റ് മിക്സാണ്. നമുക്കല്ലാതെ തുരിശും കക്കായും ഒക്കെ ചേർത്ത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്പം മാറ്റമൊക്കെ വരും. എന്നാലും അത് ഏറ്റവും നല്ലതാണ്. ബോഡോ മിശ്രം അടിക്കുന്നത് ഏറ്റവും നല്ലത്. ബോഡോ മിശ്രം വേണം. കാറ്റും മഴയൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചെയ്യേണ്ടത്, നിവൃത്തി കെട്ടിച്ച് ചുവട്ടിലൊഴിച്ചാൽ മതി. ഒരിക്കലും എൻ്റെ ഒരു കാറ്റ് പിടിച്ചൊരു 10-50 കൊടി ശരിക്കും ഇളകി പറഞ്ഞ് ചിറ്റിച്ച് പോയി. അപ്പോൾ അത് പോകുന്ന ഞാൻ കരുതി. ഇതെല്ലാം നിവർത്തി വെച്ച് ഞാൻ ബോഡോ മിശ്രം കലക്കി ചുവട്ടിലൊഴിച്ച് മണ്ണ് തെറിപ്പിച്ച് ഇട്ടത് നല്ല ക്ലിയർ ആയിട്ട് ഒരു കൊടിയും യാതൊരു കേടും വന്നില്ല. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കൂടുതലും മനസ്സിലായി ബോഡോ മിശ്രമാണ് ഏറ്റവും നല്ല, അങ്ങനെ ചീക്കനൊക്കെ ചെയ്യാവുന്ന ഏറ്റവും നല്ലത്.
പിന്നെ സ്യൂഡോമോണാസ് അടിക്കാം. സ്യൂഡോമോണാസ് ഏത് കൃഷിക്കും ചെയ്യാം, ഏത് കാലാവസ്ഥയിലും ചെയ്യാം. പക്ഷേ വേനൽക്ക് രാവിലെ ഒരു 8 മണി 8:30 വരെയൊക്കെ അത് അടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ജീവനുള്ള കാരണം സ്യൂഡോമോണാസിൽ വെയിലടിക്കും, സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇത് ചത്തുപോകും. വൈകുന്നേരമാണെങ്കിൽ 5 മണിക്ക് ശേഷം അടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ വെയിലടിക്കാത്ത പ്രദേശത്തൊക്കെ നല്ല തണലൊക്കെ എടുത്താണെങ്കിൽ പകലും അടിക്കാതെ ഏറ്റവും നല്ലതാണ്. സ്യൂഡോമോണാസ് അടിച്ചു വിടുന്നത് നല്ലതാണ്, ജാതിക്കും കുടിക്കുമല്ല ഏത് കൃഷിക്കും. അപ്പം ഏത് കൃഷിക്കും സ്യൂഡോമോണാസ് നല്ലൊരു സാധനം. നമ്മൾ ഈ താങ്ങാൽ എന്നാ ചെയ്യുന്നത് കുരുമുളകിന്? കുരുമുളകിന് താങ്ങാൻ സാറിന് മുരിക്കയാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയില്ല. ഇപ്പം നമുക്കിവിടെ മുരിക്ക് കാലാവസ്ഥയിൽ മുരിക്കിന് കരിക്ക് പോലെ ഒരു കേട് പോലെ പിടിക്കുന്നുണ്ട് മുരിക്കിന്. അതിന് നമ്മൾ എന്തെങ്കിലും മരുന്ന് നമ്മൾ എക്കാലിക്സ് ഒക്കെ, ഞാൻ ഒരു വർഷം എക്കാലിക്സ് അടിച്ച് നോക്കി, യാതൊരു കുഴപ്പമുണ്ടായില്ല. അത് 2 പ്രാവശ്യം അടിക്കാം നേർപ്പിച്ച്, അതായത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, അങ്ങനെ ആ ഒരു രീതിയിലാണ് നേർപ്പിച്ച് അടിച്ച് വെച്ചാൽ അതിൻ്റെ കേട് മാറും. ഏറ്റവും നല്ലത് മുരിക്ക് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ രീതി അനുസരിച്ച് ഞാൻ സിൽവർ റോക്ക് ആയിരുന്നു വെച്ചാൽ, അപ്പം എല്ലാവരും സിൽവർ റോക്ക് കൊടി കയറി കിടക്കുന്ന കണ്ടിട്ട് വെച്ചതാണ്. പക്ഷേ അതിന് സിൽവർ റോക്ക് വെക്കുന്നത് നമുക്ക് ശരിക്കും അബദ്ധമാണെന്ന് ഇത് തോന്നുന്നുണ്ട്. കാറ്റ് പിടിക്കുന്ന സ്ഥലത്തൊക്കെയാണ് സിൽവർ റോക്കിന് തായ്വേര് കുറവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഭാരവും എല്ലാം കൊഴുപ്പും എല്ലാം വരുമ്പോൾ അത് പിടർന്നു പോകാൻ, ഇത്തവണ എൻ്റെ കുറേ കൊടി അങ്ങനെ പോയി, പിടരാൻ സാധ്യതയാണ് കൂടുതലുണ്ട്. ഒരു 10 അടി അകലത്തിലൊക്കെയാണ് ഈ പ്ലാവ് നല്ലതാണ്. ഇപ്പോൾ പ്ലാവ് വെട്ടി ഒരു ഏതാ പറയുക, നമ്മുടെ ഒരു കൈ മുഴുപ്പ് മുകളിലേക്ക് കൊടി നമുക്ക് കയറ്റി വിടാം. ഒരു 20 അടി 25 അടി പൊക്കത്തിൽ പ്ലാവ് വെട്ടി വെച്ച് നല്ല പന്നിയോർവൺ കൊടിയോ അല്ലെങ്കിൽ നല്ല പെരുംകൊടിയൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അതങ്ങനെ. പിന്നെ ഇപ്പം ഈ പയ്യാനി എന്ന് പറയുന്ന സാധനമുണ്ട്, വേമ്പ് ചാഞ്ഞു പോകും. വേമ്പം വരും, ഞാൻ കണ്ട മലവേമ്പ്. മലവേമ്പ് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു, കൊടി എന്നൊക്കെ നല്ലതാണെന്ന്. കാറ്റ് പിടിക്കുന്നിടത്ത് ഈ സാധനം എല്ലാം അടുത്തടുത്ത് കൃഷി ചെയ്യുവാണെങ്കിൽ കാറ്റ് പിടിക്കുന്നിടത്ത് കൊള്ളുമല്ലോ, ചായ ഓടിയും. സാധാരണ നമ്മൾ മുരിക്കൻകാലിൽ ഇടുന്നത് 2 അടി ചെല്ലുവാനും കുഴി വേണം. 2 അടി കുഴി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. 2 അടി കുഴി താഴെ വേണം. അതിൻ്റെ ഒരു സൈഡിലാണ് മുരിക്കൻകാല് വയ്ക്കാവുള്ളൂ. കൃത്യം സെൻറ്ററിൽ കുഴി കുത്തി, നമ്മൾ സാധാരണ എല്ലാവരും സെൻറ്ററിൽ വയ്ക്കും, സെൻറ്ററിൽ വയ്ക്കരുത്, അതൊരു സൈഡിലോട്ട് മാറ്റി വേണം വയ്ക്കാനായിട്ട്. നമ്മൾ ഏത് സൈഡിൽ കൊടി ഇടുന്നു, നമ്മൾ സാധാരണ വടക്കൻ ചായലില്ല കൊടി ഇടുന്നത്. കാരണം വെയിൽ അടിക്കാൻ സാധ്യത കൂടുതൽ ഉള്ള കാരണം വടക്കൻ ചായലില്ല കൊടി ഇടുന്നത്. അവനാണെങ്കിൽ നമ്മൾ മുരിക്കാൽ അല്പം തെക്ക് സൈഡിലോട്ട് മാറ്റി വേണം നമ്മളിടാൻ. അതെന്താ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള വെയിലിന് ശക്തി കൂടുതലല്ല. അപ്പോൾ നമ്മൾ വടക്കൻ ചായൽ ഉള്ള ഭാഗത്താണ് കൊടി ഇടാനായിട്ട് നമുക്ക് ഈ അതുകൊണ്ടാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള വെയിൽ അതിൻ്റെ കൊടിത്തലിട്ട് അടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ കൊടിത്തല ഈ കുഴിക്കകത്ത് വരണം, എങ്കിലേ ഇതിൻ്റെ വേര് താഴോട്ട് ഇളകിയ മണ്ണിലൂടെ സ്പീഡിൽ താഴോട്ട് പോകുള്ളൂ. അപ്പോൾ നമുക്ക് വേനക്ക് ഉണക്ക് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. കൂടത്തെയാണോ വയ്ക്കുന്നത് അതോ? ഞാൻ കൊടുത്തലയാണ്. കഴിഞ്ഞ മൂത്ത കൊടുത്തലയാണെങ്കിൽ പുതുമഴയ്ക്ക് നമുക്കിടാം. നല്ല മഴ പുതുമഴ കിട്ടുവാണെങ്കിൽ അതിന് നമുക്ക് കൊടിയിടാം. ആ കൊടി മുരിങ്ങാല് ആ കൊടുത്തല വാടുകയില്ല, ഒരിക്കലും വാടുകയില്ല. അത് വാടി പോലും അത് നിവർന്നു വരും, അതിന് നല്ല പവറുണ്ട്, കരുത്തുണ്ട്. ഈ കൂടത്തൈ നല്ല വെച്ച് ഇല്ലെങ്കിൽ ഞാൻ കൂടത്തൈ വെക്കാറില്ല, വെച്ചിട്ടുമില്ല. 1-2 കൊടിയൊക്കെ ചുമ്മാ എവിടെ കിട്ടുമ്പോൾ സാമ്പിളിന് മേടിച്ച് വെക്കുന്നുള്ളതല്ലാതെ വെച്ചിട്ടില്ല. ഏറ്റവും നല്ലത് കൊടുത്തല, നല്ല കൊടുത്തല കിട്ടുവാണെങ്കിൽ കൊടുത്തല തന്നെ ഇടുന്നാൽ മതി. അതൊരു 2 മുട്ട് 3 മുട്ട് താഴോട്ട് താത്തി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പഞ്ചഗുസ്തിയിൽ ചേച്ചി ഒരു നാഷണൽ ചാമ്പ്യനാണ്. അപ്പോൾ ചേച്ചിയായിട്ട് ഞാൻ പഞ്ച കുടിക്കാൻ പോവാണ്. വെറുതെ പോയി കൈ കളയണോ ചേട്ടാ? ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടാ. ഇവിടെ പഞ്ചഗുസ്തിക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ചേച്ചിയാണ്, ചേച്ചി അങ്ങനെയാണ് പഠിച്ചത്? അല്ല, ചേച്ചി ഞങ്ങളുടെ വീട്ടില് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചേച്ചി അങ്ങനെയാണ് പഠിച്ചെടുത്തത്? അതെ അതെ. അപ്പൊ ഇത് ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനോട്? എനിക്ക് കിട്ടില്ലായിരുന്നു, താല്പര്യം ഇല്ലായിരുന്നു. എന്നിട്ട് എങ്ങനെയത്? ഞാനിത് പിടിച്ച് കയ്യിലെന്നെ പിടിക്കുമ്പോൾ നമുക്ക് അറിയാം കൈക്ക് പവറുണ്ട്, നല്ല പവറുള്ള കൈയാന്ന് പറ്റുമെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു ചെറുതോണിയിൽ ഒരു 10-18 പേരുടെ മത്സരത്തിന് പോയി കഴിഞ്ഞപ്പം പുള്ളിക്കാരി എല്ലാവർക്കും പടപടപടാന്ന് അടിച്ചടിച്ച് കയറി വരുക. അപ്പോൾ മനസ്സിലായി കഴിവുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതല്ല, അത് ആ പെണ്ണുങ്ങളോ ലേഡീസ് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ലെഫ്റ്റ് ഹാൻഡ് നമ്മളിവിടെ സ്റ്റാൻഡ് ഉണ്ട്, അപ്പൊ സെൻട്രൽ അത് കൈ വയ്ക്കുക. അപ്പൊ ഇതിന്റെ സെൻട്രൽ വരണം നമ്മുടെ പിടുത്തം കൈ. അപ്പൊ ഇതിന്റെ സെൻട്രൽ വയ്ക്കാം. അപ്പൊ ഗ്രിപ്പ് ചെയ്യുമ്പോൾ അറിയാം. അപ്പൊ ഇങ്ങനെ അതുപോലെ സെൻട്രലിൽ പിടിക്കും, ഫിംഗറിൽ മുകളിൽ പിടിക്കാം. അപ്പൊ നേരെ പിടിക്കണം. അപ്പൊ ഇങ്ങനെ റിസ്റ്റ് വളയരുത്. അല്പം ഇങ്ങോട്ട് നീക്കണം. അപ്പൊ നമ്മുടെ റിസ്റ്റ് വളയരുത്. റെഡി ഗോ. ഇത് ഇത്ര നേരം പിടിച്ചു നിർത്തുകയല്ലേ? കൈ കളയും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പിടിക്കല. പെട്ടെന്ന് അടിക്കുമ്പോൾ ഒറ്റടി. എന്റെ കൈ അടിച്ച പോവോ? ഇപ്പൊ ഇതാവോ? ചുമ്മാ അടിച്ചു കാണിച്ചാ? ഇല്ല നല്ല പവറുള്ള അങ്ങനെയൊന്നും പോകരുത്. ഇത് നല്ല പവറാണ്. എന്റെ പോലെ ചേട്ടാ ചുമ്മാ നല്ല പവറാണ്. ഉടമ്പെള്ള റെണ്ണങ്ങളോ? നല്ല പവറുള്ള ഇല്ലേ? പിന്നെ പിടിക്കുമ്പോ അറിയാം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ 3 ഇരട്ടി പവർ ആണുങ്ങളുടെ ഉള്ളത്. ഇപ്പൊ പ്രാക്ടീസ് കുറവാണ്. ചുമ്മാ ഞാൻ ഒരു ഇതായിട്ട് അടിച്ചടിക്കോ എന്നാ വെച്ചാൽ ചുമ്മാ അടിച്ചിങ്ങനെ ഞാൻ പറയാം. ചേച്ചി ഒത്തിരി അടിച്ചിട്ട് കൈകളല്ലേ?
അല്ല ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം, നേരെ എനിക്ക് ചോറുണ്ടാവളോ കേട്ടോ, കൈ കളയരുത്. എന്നാ ശരി, ഓക്കെ, റെഡി ഗോ. അയ്യോ അതെ പോയി. ഓക്കെ, അങ്ങനെ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോവാം. നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക തിന്നുകൊണ്ടാണ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത്. പിന്നെ ചേച്ചി കുറച്ച് എന്താ വെച്ചത്, മിക്സ്ചറുണ്ട്, കേക്കുണ്ട്. ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാണോ അത് കടയിൽ നിന്ന് മേടിച്ചാണ്? ഓക്കെ, ചേച്ചിക്ക് പാചകത്തിൽ എത്ര താല്പര്യം ഇല്ലെന്നോ? ഉണ്ട്, പാചകം ഏറ്റവും അടിപൊളിയായിട്ട് താല്പര്യം. പാചകം താല്പര്യം അതൊന്ന് സൂചിപ്പിച്ചേ ചേട്ടാ. എല്ലാം ചെയ്യും. എന്തായാലും നമ്മുടെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൃഷി കാഴ്ചകളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ബോണസായിട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടി. എന്താ ആം റെസ്ലിങ്ങിൻ്റെ കുറേ ടിപ്സ് കിട്ടി. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആം റെസ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ചേട്ടായി വിളിച്ച് ചോദിച്ചാൽ മതി. ഫോണിൽ കൂടെ ഏതായാലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ലേ? എന്നാലും പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. പിന്നെ അറിയാവുന്ന പറഞ്ഞു കൊടുക്കും. എന്നെ കഴിഞ്ഞും അറിയാവുന്ന വിദഗ്ധർ ഒരുപാട് പേരുണ്ട്. അതെ, ഇഷ്ടംപോലെ ആളുകൾ. ചുമ്മാ രസമല്ലേ? രസം. അതെ, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയ കാര്യമാണ്. അതിന് വേണ്ട ടിപ്സ് ഒക്കെ ഇവർ പറഞ്ഞു തരും. വേണ്ട ഡയറ്റ് പ്ലാൻ ഒക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ ഡയറ്റ് ഇല്ല, ഞങ്ങളെ കണ്ട അങ്ങനെ ഡയറ്റ് പ്ലാൻ ചോദിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴും നല്ല ഇൻട്രസ്റ്റോടെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഫുഡ് പഠിക്കും. എവിടെയാ പോകുന്നത്? ഇവിടെ ചെറുതോണി ഗ്ലാഡിയേറ്റർ ഫിറ്റ്നസ് സെന്ററിൽ പോകും. ചെറുതോണി. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു കാര്യം ഉണ്ട്, ഈ കാണുന്ന മുഴുവൻ ഇവർ വാങ്ങി കൂട്ടിയിരിക്കുന്ന മെഡലുകളാണ്. അതായത് ഇവർ ശരിക്കും നാഷണൽ ചാമ്പ്യൻ അല്ലേ, അതിൻ്റെ എല്ലാവരുടെ ഇവരുടെ ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും വീട്ടിലെ എല്ലാവരുടെയും കൂടെയാണ്, എല്ലാവരുടെ സമ്പാദ്യമാണ്. നമ്മൾ സാധാരണ ഞാൻ ഇടപെടും, അത് കഴിഞ്ഞ് പറയാം. സാധാരണ നമ്മളൊരു കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഈ കാർഷികപരമായ ഒരുപാട് ഇതുപോലെ ഉള്ള കാണാം. അത് ഇതല്ല, ഇത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കൂടുതലാണ്. പറഞ്ഞു വെച്ച് കാര്യങ്ങൾ പറഞ്ഞു ചേച്ചി പറഞ്ഞു തന്നെ. ഒരാളുടെ മാത്രമല്ല, പിള്ളേരുടെ കൂടെ ഉണ്ട്. ഇല്ല, പിള്ളേരുടെ എല്ലാവരുടെ ഇതുണ്ട്. കാരണം പിള്ളേർ നന്നായിട്ട് പാട്ട് പാടും. അവരുടെ മത്സരങ്ങൾക്ക് പങ്കെടുത്തതിൻ്റെ തൊട്ട് പിന്നെ ചെറിയ ക്ലാസ്സിലെ തൊട്ടുള്ളത്, അത് പുറകിലിരിക്കുന്ന ചെറിയ ചെറിയ ട്രോഫികളൊക്കെ അത് എൻ്റേതാണ്. പിന്നെ വലുതെല്ലാം തന്നെ അല്ലാതെ ഈ ആം റെസ്ലിങ്ങിന് കിട്ടിയ ട്രോഫികളാണ്. അത് മോൾക്കും എനിക്കും കിട്ടിയതാണ് കൂടുതൽ. ഞങ്ങൾക്കൊരു വേൾഡ് റെക്കോർഡ് കിടപ്പുണ്ട്. ഞങ്ങളതിൻ്റെ ഇതിന് പോയില്ല. അതായത് 9 വർഷം അമ്മയും 8 വർഷം മകളും അടുപ്പിച്ച് ദേശീയ തലത്തിൽ മെഡൽ ലോകത്തിൽ ആരുമില്ല, ഇവർ രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, ആരുമില്ല. അപ്പോൾ അതിൻ്റെ സൈറ്റ് കയറണമെങ്കിൽ 10,000 രൂപ കെട്ടി വെക്കണം. ആ സൈറ്റൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നിലവിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ താമസിയാതെ തന്നെ അതിൻ്റെ ചെയ്യാമെന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു അടിപൊളി ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കൃഷി അതിനിടയിൽ നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട് അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എപ്പിസോഡ് കരാട്ടെ ചെയ്യുന്നുണ്ട്. അതെ, കരാട്ടെ ഉണ്ട്. എല്ലാം ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അതായത് മീൻസ് കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു അടിപൊളി കർഷകനെയും വിധി തളർത്താത്ത കർഷകൻ അല്ലേ? ഞാൻ പറയാം. അതെ, തളരില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ച ഒരാളാണ്. ലൈഫിൽ പടവരുതി വിജയങ്ങൾ കൊയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം എല്ലാത്തിനും കൂട്ടായി ചേച്ചിയുണ്ട്. നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല കുറേ കാഴ്ചകളുമായി കാണുന്നവരെ